സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇസ്രായേലി വ്യോമസേനാ ജെറ്റ് ലെബനനിൽ തകർന്നു വീണതായി IDF അറിയിച്ചു. നിലവിൽ സുരക്ഷാ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവം അന്വേഷിച്ചു വരികയാണ്. IDFന്റെ വിമാന അപകടങ്ങൾ വളരെ അപൂർവമായ ഒരു സംഭവമാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ പാൽമാച്ചിം തീരത്ത് ഒരു വിമാനം സാങ്കേതിക തകരാർ മൂലം കടൽ തീരത്ത് തകർന്നു വീണതാണ് ഏറ്റവും പുതിയ IDFന്റെ വിമാനാപകടം. പിന്നീട് ഈ വിമാനം IDF സേന കണ്ടെടുക്കുകയായിരുന്നു. ഏതാനും ആഴ്ചകൾക്കു ശേഷം റഫേൽ ഒരു IDF ഹെലികോപ്റ്റർ ഒരപകടത്തിൽ തകർന്നു വീണിരുന്നു. മുഖ്യ പൈലറ്റ് ഉൾപ്പെടെ 2 സൈനികർ കൊല്ലപ്പെടുകയും വിമാനത്തിലുണ്ടായിരുന്ന 7 സൈനികർക്ക് അന്ന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യൂണിറ്റ് 669 സേനയ്ക്കൊപ്പം യുദ്ധകളത്തിൽ പരിക്കേറ്റ ഒരു സൈനികനെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടെ അർദ്ധരാത്രിക്ക് ശേഷമാണ് അപകടം സംഭവിച്ചത്. കൂടാതെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുവാൻ തുടങ്ങുന്നതിന് തൊട്ടുമുൻപായിരുന്നു അപകടം. അതേസമയം ടെഹ്റാൻ ആണവായുധ പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇറാനെതിരായ സൈനിക ആക്രമണത്തിന്റെ നേതാവ് ഇസ്രായേൽ ആയിരിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൈന്യം ആവശ്യമാണെങ്കിൽ അമേരിക്കയുടെ സൈന്യവും ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതിൽ ഇസ്രായേൽ തീർച്ചയായും വലിയ തോതിൽ പങ്കാളിയാകും. അവരായിരിക്കും അതിന്റെ നേതൃത്വം. ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ചെയ്യുമെന്നും ട്രംപ് താക്കീത് നൽകി.